ഞാൻ കല്യാണം കഴിക്കാതിരിക്കാൻ. അതിപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇപ്പം എനിക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഉണ്ടോ ഇല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അതറിയില്ലടാ. എത്ര കാലം നമ്മളെങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും അറിയില്ല. എന്തായാലും നോക്കാം. സത്യമാകാതിരിക്കാനും മഴ പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ അതൊന്നും പറയാൻ കഴിയത്തില്ല. അത് അറിയിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ അറിയിക്കും എല്ലാവരും. ചിലപ്പം അത് അറിയിക്കേണ്ടതായിട്ട് വരില്ലായിരിക്കും, ഒന്നും അറിയില്ല. കാരണം ഒരു നൂൽപ്പാലത്തിൽ കൂടെയാണ് എൻ്റെ ലൈഫ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ അതിനൊരു വ്യക്തത വരുത്തുന്നില്ല. അതിനൊരു വ്യക്തത വരുത്തുന്ന സമയമാകുമ്പോൾ നിങ്ങളെ എത്രയും പേരെ വിളിച്ചിട്ട് ഞാൻ അതിനൊരു വ്യക്തത വരുത്തുള്ളൂ. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോന്നുന്നു പറയാ, സംസാരിക്കുക. അതല്ല ഞാൻ പറഞ്ഞത്, അതിനൊരു വ്യക്തത എനിക്ക് തന്നെ ഇല്ല. സോ അതുകൊണ്ടാണ്, ലൈഫല്ലേ, നമ്മളതിനെല്ലാം ഒരു വ്യക്തത വരുത്തിയിട്ടേ നമ്മളതിനെ. അല്ല, നമ്മളോടല്ല, ആ വ്യക്തിയോട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ നമ്മളോട് പറയണുണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തോന്നുന്നുണ്ടല്ലേ? നിങ്ങളുടെ തോന്നൽ നിങ്ങളെ രക്ഷിക്കട്ടെ. നിങ്ങളുടെ തോന്നൽ നിങ്ങളെ രക്ഷിക്കട്ടെ, അത്രേ ഉള്ളൂ. എന്റെ തോന്നൽ എന്നെ രക്ഷിക്കട്ടെ. അല്ല, പ്രണയിക്കുന്നത് നല്ലതല്ലേ? നല്ല മനസ്സുള്ളവരല്ലേ പ്രണയിക്കുന്നത്, അല്ലേ? ദുഷിച്ച മനസ്സുള്ളവരൊന്നും പ്രണയിക്കുക. പ്രണയം എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ, പരിശുദ്ധമാണ് പ്രണയം, അല്ലേ? പ്രണയം ഒരു പരിശുദ്ധമാണ്. പ്രണയത്തെപ്പറ്റി എത്രയോ കവികൾ പാടുന്നു. സോ അത് പരിശുദ്ധമാണ്. അപ്പം ഇപ്പം ഞാൻ എൻ്റെ പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഒരു സസ്പെൻസ് ആക്കി വെച്ചേക്കുവാണ്. മേ ബി നിങ്ങളെ വിളിച്ച് അറിയിക്കേണ്ടതാണെങ്കിൽ അറിയിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അതാണ് വീട്. എന്തിനാണ് ഇപ്പോഴേ പറയുന്നത്? അയ്യോ, അങ്ങനൊന്നും ഇല്ല. അത് പിന്നെ പറയാം. ഉണ്ടോ ഇല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലോ നിങ്ങളോട്. അല്ല, രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പാടില്ല എന്നും അങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നും ആരും പറയണമെന്നില്ല. അല്ല, അങ്ങനെ കഴിച്ചാൽ തന്നെ നാട്ടുകാരെല്ലാം ആളെ തല്ലിക്കൊല്ലൂന്നാ തോന്നുന്നത്. എന്നെ കല്യാണം കഴിച്ചാൽ അതൊക്കെയാണ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നത്. എനിക്കറിയില്ല എന്തായി തീരും, അറിയില്ല. മോൻ എപ്പോഴും പറയുന്നത് അമ്മയുടെ ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ കല്യാണം കഴിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ മൂത്ത മോൻ. ഇളയ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ. അതിന് ഞാൻ കല്യാണം കഴിക്കാൻ പോയില്ല. മൂത്ത മോൻ അങ്ങനെയാണ് പറയുന്നത്. അമ്മയുടെ ഇഷ്ടമാണ്, അമ്മയുടെ ലൈഫാണ്. അത് അന്നും ഇന്നും മോൻ അങ്ങനെ തന്നെയാണ് പറയാൻ. അവൻ എന്നെ ഋതുൽ അമ്മയെന്ന് വിളിക്കുന്നതിനേക്കാളും മുന്നേ അവനാണ് എന്നെ അമ്മ എന്ന് വിളിച്ചത്, കിച്ചു. സോ അവനെ ഞാൻ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? അതുകൊണ്ട് ഈ ഒരു വാർത്തകളോടൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം എനിക്കും അവനെ അറിയാം, അവൻ എന്നെ അറിയാം. സോ ഞങ്ങളെ അറിയാവുന്നവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും തോന്നുന്നില്ല എനിക്ക്. താങ്ക് യു. കാണുന്ന ഫാമിലിയാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മുടെ വിഷ്വൽസ് ആണെങ്കിൽ ശരി, നമ്മുടെ ഈ ആൽബത്തിൽ നാടൻ പാട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മോശമായിട്ടുള്ള വിഷ്വൽസ് ഒന്നും തന്നെ ഇതിലില്ല. പിന്നെ ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വിഷ്വൽസ് എന്ത് വേണമെങ്കിൽ എക്സ്ട്രാ ബൂസ്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെയാണ് ട്രോളിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും എൻ്റെ വീട്ടിൽ ഫാമിലികൾക്കൊന്നും കുഴപ്പമില്ല. പിന്നെ നാട്ടിലും വലിയ പ്രശ്നങ്ങളോ അങ്ങനെ സംഭവങ്ങളില്ല. നമ്മൾ കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് പ്രശ്നം. അതൊരിക്കലും നമുക്ക് തിരുത്താൻ പറ്റില്ല. അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് പേര് മെസ്സേജസ് ഒരുപാട് പേര് അയക്കുന്നുണ്ട്. അതുപോലെ കമന്റ് ബോക്സിലൊക്കെ നല്ല പോസിറ്റീവായിട്ട്, നെഗറ്റീവ് ഒന്നും വന്നില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ പറയുന്നത് എല്ലാം കമന്റ് ബോക്സിലല്ല. പിന്നെ ഓൾമോസ്റ്റ് ചേച്ചിയുള്ള കാരണം കൊണ്ട് ഓൾമോസ്റ്റ് ഇത്ര പെട്ടെന്ന് അത് റീച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്ത വർക്കുകൾ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കുഞ്ഞിക്കുരു വന്നവർക്ക് നല്ലൊരു ആൽബം ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല ഫേമസ് ആയ ആൽബമായിരുന്നു. അതിനുശേഷം പിന്നെ ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ആൽബം ചെയ്തത്. പക്ഷേ എനിക്കൊണ്ട് ഫാസ്റ്റസ്റ്റ് മില്യൺസ് അടിച്ചൊരു വർക്കാണ് ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ. കാരണം 7 ദിവസത്തിനുള്ളിൽ 1 മില്യൺ കഴിഞ്ഞ ഒരു ആൽബമാണ് ഈ ഒരു ആൽബം. അത് പാടിയ ആൾക്കാരാണ് ശരി, അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് ശരി, എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി ചേച്ചീൻ്റെ ഒരു റീച്ച് ഉള്ളത് കൊണ്ടാണ് അത്രയും പെട്ടെന്നൊരു ഇതിലേക്ക് വന്നത്. എൻ്റെ കൂടെ അഭിനയിക്കുന്നവരുടെ ആരുടെയും ഫാമിലിയെ വേദനിപ്പിക്കണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. അഭിനയമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത്. ഡയറക്ടർ പറയണ പോലെ ചെയ്യുന്നു. ഇതിപ്പം എൻ്റെ കൂടെ ആദ്യം അഭിനയിച്ച ദാസേട്ടനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ പ്രതീഷിൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു. ഷിജുവും പറഞ്ഞു. എന്നാലും പുറത്തുനിന്ന് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി, ഭയങ്കര തകർന്നെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയണത്, മുന്നോട്ടും എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആരുടെയും ഫാമിലീനെ മനസ്സ് വേദനിപ്പിക്കണമെന്നില്ല. നിങ്ങൾ അഭിനയമായിട്ട് കാണുക. അത്ര വിവരമില്ലാത്തവരാണെന്ന് തോന്നുന്നു ഇങ്ങനെ, എനിക്ക് തോന്നുന്നു അത്ര വിവരമില്ലാത്തവരാണ് ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സോ ഞാൻ ഹാപ്പിയാണ് ഈ ഒരു വർക്കിൽ.
സന്തോഷം. മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകും. താങ്ക് യു. അതുപോലെ തന്നെ ചേച്ചി മീൻസ് എന്താണ് കമന്റ് ബോക്സിൽ ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ അഭിനയം കുറച്ചുകൂടെ ബോർ അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് അതിന്റെ റിസൾട്ട് വരും. അപ്പോൾ ആള് ആൽബം എല്ലാം അക്സെപ്റ്റബിൾ ആണ്. ഞാൻ ചെയ്യുന്ന സമയത്ത് അടുത്ത ആൽബം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരും. ഇനി വരും വർക്കുകളിൽ ആൾ കുറച്ചുകൂടെ ബെറ്റർ ഞാനാണെങ്കിൽ ബെറ്റർ ആവാനുണ്ട്. ആരും ഒന്നും തരുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു. താങ്ക് യു.